ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി നിലമ്പൂരിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിരവധി ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ പ്രസംഗങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നും ബാക്കി പറയുന്ന ജനാധിപത്യം മതേതരത്വം എന്ന് പറയുന്നത് വെറും പുറത്തു കാണിക്കൽ മാത്രമാണ് എന്നും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നുമാണ് പറയുന്നത്. നമ്മൾ നിലവിലത്തെ നിലമ്പൂരിലെ കൂട്ടുകെട്ടുമായി ഇത് ചർച്ച ചെയ്യുമ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ള പടിയായിട്ട് വേണ്ടേ നമ്മൾ ഇതിനെ കണക്കാക്കാൻ? തീർച്ചയായിട്ടും ഞാനിവിടെ കുറ്റക്കാരായി കാണുന്നത് അത്തരം സംഘടനകളെയല്ല, അത്തരം സംഘടനകളെ പാലൂട്ടി വളർത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും, നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുമ്പോഴും ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന രാജ്യമാണ്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. അത് ഏത് പാർട്ടി, അത് BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, മറ്റേത് പാർട്ടി ആകട്ടെ, എവിടെ നിന്നാലും നമ്മുടെ രാജ്യം എന്നുള്ള കൺസെപ്റ്റിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയം കടന്നു പോകാൻ പാടില്ല. പക്ഷെ മതരാഷ്ട്രീയവാദം ഉന്നയിക്കുന്ന, അത് ആവശ്യമായി കൊണ്ടു നടക്കുന്ന, അത് മുദ്രാവാക്യമായി കൊണ്ടു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകരവാദ സംഘടനകളെയും SDP പോലെയുള്ള സംഘടനകളെയും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം പോപ്പുലേഷന്റെ 5% പോലും പ്രതികരിക്കുന്നവരല്ല ഈ സംഘടനകളൊന്നും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെയും CPM-ന്റെയും നിലപാട് കൊണ്ടുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്, മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം സമുദായത്തിന്റെയും മൊത്തം പിതൃത്വം ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നിരവധി രാജ്യങ്ങളിൽ ഇതേ പ്രൊസീജിയറിലൂടെ തന്നെയാണ് അവിടെ കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, 2014 ശേഷം ഇവിടെ സമുദായ ചിന്ത പോലും അല്ലെങ്കിൽ മതചിന്ത ഇല്ലാത്ത മുസ്ലിം സഹോദരങ്ങൾക്കടുത്തേക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് വലിയ മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ഇസ്ലാം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നരേന്ദ്രമോദി, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടിട്ടുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അത് മുത്തലാഖ് നിരോധനമാണെങ്കിലും, വഖഫ് ഭേദഗതി ബില്ലാണെങ്കിലും, അതിനുപരി നമ്മുടെ വരാൻ പോകുന്ന അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് ആണെങ്കിൽ, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസും CPM, കോൺഗ്രസ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം. ഇപ്പം സമസ്തയുടെ ഇപ്പോ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ മുഴുവൻ പിതൃത്വം ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കാൻ സതീശൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട്. അതൊരു നല്ല സ്റ്റാൻഡാണ്, അതൊരു റിയൽ സെക്യുലറിസമാണ്. കാരണം ഇവിടെ സമുദായവും എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമാണ്. നമുക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒരുപക്ഷെ പുതിയ സെൻസസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്ന രാജ്യം എന്നുള്ള പേര് ഒരു സംശയവും വേണ്ട നമുക്ക് ഇവിടെ കിട്ടുന്ന ഇന്ത്യക്കാണ്. അതും അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ലോകത്തെ ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും സുരക്ഷിതരായി ജീവിക്കുന്ന രാജ്യമെന്ന് പറയും, അതുകൂടെ ചേർക്കണം. അപ്പൊ ഇവിടെ അവർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ളൊരു വാദം വളർത്തുക, ആ വാദം വളർത്തുന്നതിനൊപ്പം ആ വാദം വളർത്തുന്ന രാഷ്ട്രീയ സംഘടനകളെ വോട്ട് ബാങ്കുകളായി പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസും CPM-ഉം ചെയ്യുന്നത് ശരിക്കും ഇതിനെ രാജ്യദ്രോഹ കുറ്റമായി മാത്രമേ കാണാൻ കഴിയൂ. 10 വോട്ടിന് വേണ്ടി ഈ ആലൂട്ടി വളർത്തുന്ന, അത് പിണറായി വിജയനാണെങ്കിലും VD സതീശനാണെങ്കിലും ഇവരെല്ലാം ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ, അപ്പോൾ സത്യത്തിൽ നമുക്ക് നിലമ്പൂരിൽ മത്സരിക്കുന്നത് മതമാണ് എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഈ കഴിഞ്ഞ കുറെ ദിവസത്തിനിടയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെയും LDF, UDF ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, കേന്ദ്ര ഭരണത്തെക്കുറിച്ച്, സംസ്ഥാന ഭരണത്തെക്കുറിച്ച്, സംസ്ഥാന സർക്കാരിന്റെ അഴിമതികളെ കുറിച്ച് ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്തില്ല. ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് കുഴപ്പമുണ്ടെങ്കിൽ അതും പറയട്ടെ, ഇതൊന്നുമില്ല ചർച്ച ചെയ്യപ്പെടില്ല. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും, അത് VD സതീശനും പിണറായി വിജയനും ആകെ ഇവിടെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം മതരാഷ്ട്രീയമാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും SDP-യുടെയും ഉൾപ്പെടെയുള്ള വോട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിലമ്പൂരിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ എങ്ങനെ ഏത് പ്രീണനം നടത്തി വാങ്ങിക്കാം എന്നുള്ള ചർച്ച മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. മറ്റൊരു ചർച്ചയും നിലമ്പൂരിന്റെ മണ്ണിൽ നടന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇവർ പാലൂട്ടി വളർത്തുന്ന നാളെ ഇവരുടെ കൈക്കും കൊത്തും, അതൊരു സംശയമില്ല.
ഇവർക്കും നിയന്ത്രിക്കാൻ മേലാത്ത രീതിയിലേക്ക് ഇവരെ വളർത്തുന്ന സാഹചര്യം. ഇവരാണ് ശരിയെന്ന പ്രതീതി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനിടയിൽ ഇവര് ശരിയാണെന്നുള്ള പ്രതീതി കൊടുക്കുക, ഇവർ നല്ലതാണെന്നുള്ള മെസ്സേജ്. വി ഡി സതീശൻ ചെയ്ത തെറ്റെന്താണ്? ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്നുള്ളൊരു മെസ്സേജ് മുസ്ലിം സമുദായത്തിനിടയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എത്ര ഭീകരമായ തെറ്റാണ് അദ്ദേഹം ചെയ്തത് ഒരു ഇലക്ഷന് വേണ്ടി. അതെ. എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ നടത്തിയിരിക്കുന്നത്? താങ്കൾക്ക് എങ്ങനെ അതിനെ കാണാൻ സാധിക്കുന്നു? ഈ നിമിഷം വരെയും മതരാഷ്ട്ര അവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ഈ നിമിഷം വരെയും അവരുടെ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വ്യത്യാസം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് രാജ്യവിരുദ്ധമായ ഒരു സംഘടന ഒരു സുപ്രഭാതത്തിൽ നിലമ്പൂർ ഇലക്ഷന് വേണ്ടി രാജ്യവിരുദ്ധമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ബി ജെ പി ഇവിടെ പറഞ്ഞ രാഷ്ട്രീയം രണ്ട് രാഷ്ട്രീയമുള്ളൂ. ഒന്ന്, ഈ പ്രീണന രാഷ്ട്രീയം, രാജ്യവിരുദ്ധ രാഷ്ട്രീയം നമുക്ക് എതിർക്കപ്പെടേണ്ടതാണ്. രണ്ട്, നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ചാണ് ബി ജെ പി പറഞ്ഞത്. നിലമ്പൂരിന്റെ വികസനത്തിൽ ഈ നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ ആശുപത്രി ഞങ്ങൾ അധികം സമയം ചോദിച്ചില്ല, 8 മാസം കൊണ്ട് നിലമ്പൂരിൽ ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരും. നഞ്ചകോട് റെയിൽവേ 8 മാസം കൊണ്ട് കൊണ്ടുവരും. CNG റോഡ് കോഴിക്കോട് നിലമ്പൂർ ഗുണ്ടൽപെട്ട് ഗൂഡല്ലൂർ റോഡ്, ഈ 2 റോഡുകളും ബൈപ്പാസും 8 മാസം കൊണ്ട് നടപ്പിലാക്കും. ഞങ്ങൾ പറഞ്ഞ ഈ 3 കാര്യങ്ങളുള്ളൂ. മറ്റ് ഈ നാടിനെ കുറിച്ച് പറയാൻ, രാഷ്ട്രത്തെക്കുറിച്ച് പറയാൻ, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ഒന്നും ഇവർ തയ്യാറല്ല. ഇവർ ചെയ്യുന്നത് ഒരു വലിയ പാതകമാണ് ഈ രാജ്യത്തോട്. അപ്പോൾ ഒരു മുഴുവൻ സമയവും ഇപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പുമായി പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിലമ്പൂരിൽ BJP-യുടെ നില എത്രത്തോളം മെച്ചപ്പെടും? എത്രത്തോളം ഒരു വോട്ട് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്? BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സംഘടനാപരമായും ജനകീയ അടിത്തറ എന്ന നിലയിലും BJP-ക്ക് വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് വരെ ഒരു കലാശക്കൊട്ട് BJP ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഒരിക്കലും കലാശക്കൊട്ട് പോലും നടത്തിയിട്ടില്ല. പക്ഷെ ഇന്നലെ ആ കലാശക്കൊട്ടിന്റെ ആവേശം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർ.